നമസ്കാരം. തെക്കൻ തോട്ട്സ്. ഒരിടത്തൊരു സത്യക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. പ്രായമൊക്കെയുള്ള ആളാണ്. അമ്മച്ചി രാവിലെ തന്നെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും, കുർബാനയൊക്കെ കൈക്കൊള്ളും. പിന്നീട് അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കും. എല്ലാവർക്കും നല്ലത് മാത്രം പറയാനുള്ള, നല്ലത് മാത്രം പ്രവർത്തിക്കുന്ന നല്ലൊരു അമ്മച്ചി. അമ്മച്ചിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അമ്മച്ചിയുടെ വീടിൻ്റെ മുന്നിലൊരു പാറയുണ്ട്. ആ പാറ കയറി ഇറങ്ങി വേണം ദിവസവും രാവിലെ പള്ളിയിലേക്ക് പോകുവാൻ. അപ്പോഴതൊരു വലിയ വിഷമമാണ് ഇപ്പോൾ പ്രായമായപ്പോൾ ആ അമ്മച്ചിക്ക്. അതുകൊണ്ട് അമ്മച്ചി പഞ്ചായത്തിലൊരു അപേക്ഷ കൊടുത്തു, ഈ പാറയൊന്ന് മാറ്റാൻ എന്തെങ്കിലും വ്യവസ്ഥ ചെയ്യണമെന്നൊക്കെ. പക്ഷേ പഞ്ചായത്ത് അധികൃതർ വേണ്ട കരുണയൊന്നും കാണിച്ചില്ല. ഇതൊരു വിഷമമായി അമ്മച്ചിക്ക് എന്നും മനസ്സിൽ ഉണ്ട് താനും. അങ്ങനെ ഒരു ദിവസം അമ്മച്ചി പള്ളിയിൽ പോയ സമയത്ത് അവിടെ അച്ഛൻ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, വിശ്വാസം പാറയെ പിളർത്തും, നിങ്ങൾ വിശ്വസിക്കുവിൻ, വിശ്വസിച്ചാൽ തീർച്ചയായും ഒരു പാറയെ പിളർത്തുവാനുള്ള ശക്തി ആ വിശ്വാസത്തിനുണ്ടാകും. അമ്മച്ചി ഇത് കേട്ടപ്പെടുത്തി, അത് ശരിയാണല്ലോ, എൻ്റെ വിശ്വാസം കൊണ്ട് എനിക്ക് ഈ പാറയെ മാറ്റാൻ പറ്റുമല്ലോ. അങ്ങനെ അമ്മച്ചി തിരിച്ച് വീട്ടിലെത്തിയിട്ട് അമ്മച്ചി പ്രാർത്ഥന തുടങ്ങി, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന തുടങ്ങി. കർത്താവേ, എൻ്റെ മുന്നിലുള്ള ഈ പാറയെ അങ്ങ് മാറ്റിത്തരണമേ, എനിക്ക് ഒരു കാര്യത്തിനും പോകാൻ പറ്റുന്നില്ല, അത് കയറി ഇറങ്ങി എൻ്റെ കാല് തേഞ്ഞു, അതുകൊണ്ട് എനിക്കൊരു സഹായം തന്ന ആ പാറയെ മാറ്റി എന്നോട് കരുണ കാണിക്കണേ എന്ന് വിശ്വസിച്ച് അമ്മച്ചി ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. രാവിലെ അമ്മച്ചി എഴുന്നേറ്റ് മാറിയ പാറയെ നോക്കുവാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ പാറ മാറിയിട്ടില്ല. ഉടനെ തന്നെ അമ്മച്ചി പറഞ്ഞു, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഈ പാറയൊന്നും മാറില്ലെന്ന്, ഈ പാറയൊന്നും മാറില്ലെന്ന്. ഇതുപോലെയാണ് നമ്മളുടെ വിശ്വാസം. ഒരുമാതിരി 99% ആളുകളുടെയും വിശ്വാസമാണ്. എന്താണ് വിശ്വാസവും ദൃഢതയും തമ്മിലുള്ള ബന്ധം? വിശ്വാസം എന്ന് പറയുന്നത് സ്ഥിരമല്ല, അല്ലെങ്കിൽ ദൃഢതയല്ല. ഒരു കുട്ടിയോട് അയാളുടെ അമ്മ പറയുന്നു, ഒരു കുട്ടിയോട് അതിൻ്റെ അമ്മ പറയുന്നു, ആ കാണുന്നതാണ് നിൻ്റെ അച്ഛൻ എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, അതാണ് നിൻ്റെ അച്ഛൻ എന്ന് തീർച്ച പറയുന്നതും രണ്ടും രണ്ടാണ്. ആദ്യത്തേത് വിശ്വസിക്കുകയാണ്, അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു സന്ദേഹമുണ്ട്. രണ്ടാമത്തെ തീർച്ചയാണ്, ദൃഢതയാണ്. അപ്പോൾ ആ ദൃഢതയോടുകൂടി ഈശ്വരനെ സാക്ഷാത്കരിക്കുന്ന, ചിന്തിക്കുന്നവർക്ക് തീർച്ചയായും കൃത്യമായ ഫലമുണ്ടാകും. അല്ലാത്തവർക്ക് ഈ പറഞ്ഞതുപോലെ വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തന്നെ നിൽക്കും. അതാണ് ഈ കഥയിലൂടെ പറയാനുള്ള സാരാംശം.